പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താനെടുത്ത തീരുമാനത്തിൽ നിന്ന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും പിറകോട്ട് പോവുകയില്ല എന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ് വീട്ടിൽ റാംമോഹൻ. ഇഷ എത്രയൊക്കെ വാശി പിടിച്ചാലും ഞാൻ ഇനി ഈ കാര്യത്തിൽ തൻ്റെ തീരുമാനം മാറ്റുകയില്ല. കാരണം അത്രയധികം നാണം കെട്ടുപോയി ഞാൻ. ഇനി എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കും. ഞാൻ പറയുന്നത് അങ്ങോട്ട് എല്ലാവരും അംഗീകരിച്ചാൽ മതി. ഇല്ലെങ്കിൽ അതിനുള്ള തിരിച്ചടി കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. ആരും തന്നെ ഇനി എന്നെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട. വേലക്കാരികൾ വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി എന്നും വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് റാംമോഹൻ. ഇതോടെ റാംമോഹന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്ന് വീട്ടിലുള്ള എല്ലാവരും തിരിച്ചറിയുകയാണ്. റാംമോഹനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇനി സാധിക്കുകയില്ല. അത് സത്യം തന്നെയാണ്. വെറുതെ അയാളുടെ അനിഷ്ടം പിടിച്ചു വാങ്ങാതെ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഇനി വേണ്ടത് എന്നും വീട്ടിലുള്ള എല്ലാവരും തീരുമാനമെടുക്കുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് ഇഷ അറിഞ്ഞതിനെ തുടർന്ന് ഇഷയ്ക്ക് മാനസികമായി വിഷമമുണ്ടായിരിക്കുകയാണ്. ഡാഡി ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയധികം ഇഷ്ടമായിരുന്നു ഡാഡിക്ക് എന്നെ. പക്ഷേ ഇപ്പോൾ ഡാഡിയാകെ മാറിപ്പോയിരിക്കുന്നു. മദ്യപാനവും പുകവലിയും എല്ലാം ചേർന്നുകൊണ്ട് എൻ്റെ ഡാഡിയെ ആകെ മാറ്റിക്കളഞ്ഞു എന്ന് വ്യക്തമാക്കുകയാണ് ഇഷ. ഇതോടെ രാജിയാകട്ടെ ഇഷയുടെ ജീവിതം ഒരിടത്ത് എത്തിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഇതിൻ്റെ ഭാഗമായി അഭിഷേക് ഫോൺ ചെയ്തതിനെ തുടർന്ന് ഇഷയറിയാതെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്ന രാജി ദയവ് ചെയ്ത് ഇനി ഇവിടേക്ക് വിളിക്കരുത് എന്നുള്ള കാര്യം അഭിഷേകിനെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അഭിഷേക് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. വെറുതെ എടുത്തുചാടി ഓരോന്ന് ചെയ്ത് ഇവിടെയുള്ളവർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ട്. ആ യാഥാർത്ഥ്യം നിങ്ങൾ എപ്പോഴാണ് തിരിച്ചറിയുക? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് അഭിഷേക്. എനിക്ക് കുറച്ച് സമയം അവളോടൊന്ന് സംസാരിക്കണം. എൻ്റെ കാര്യങ്ങൾ അവളോട് ഒന്ന് തുറന്നു പറയാനാണ്. ഇത് കേൾക്കുന്ന രാജി ഇനി നിങ്ങളോട് ഒന്നും തന്നെ സംസാരിക്കാനില്ല. എല്ലാ സംസാരവും ഈ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ തീരണം. ദയവ് ചെയ്ത് എല്ലാ കാര്യവും തിരിച്ചറിഞ്ഞ് നിങ്ങൾ വിവേകപൂർവം കാര്യങ്ങൾ മുന്നോട്ട് നീക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ മറുപടി ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അഭിഷേകിന്. തൻ്റെ ഭാഗം കേൾക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല. ഇതോടെ നിരാശയും വിഷമവും ദുഃഖവും വന്നുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്ന അഭിഷേക് തനിക്ക് എന്നേക്കുമായി താൻ ഇഷ്ടപ്പെട്ടിരുന്ന തൻ്റെ ഇഷയെ നഷ്ടമായിരിക്കുകയാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്നു. അപ്പോഴാണ് അവിടേക്ക് ദേവബാല കടന്നു വരുന്നത്. ആരെയാണ് ഫോൺ ചെയ്തത് എന്നും എന്തിനാണ് ഫോൺ ചെയ്തത് എന്നും ചോദിച്ചതിനെ തുടർന്ന് എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് നീ ഇങ്ങനെ വലിഞ്ഞു കയറി വന്ന് ശല്യം ചെയ്യുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ പലതും ചെയ്യും, പലരെയും ഫോൺ ചെയ്യും, പലരോടും സംസാരിക്കും. അതൊക്കെ നിന്നെ അറിയിക്കേണ്ട ചുമതലയൊന്നും എനിക്കില്ല. ഉണ്ട്, കാരണം ഞാൻ നിന്റെ ഭാര്യയാണ്. ഇതോടെ ദേവബാലയുടെ കഴുത്തിൽ പിടിച്ച് തൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ആഞ്ഞു തള്ളുകയാണ് അഭിഷേക്. ഇത് കണ്ടുകൊണ്ടാണ് ദേവരാജൻ മുന്നിലേക്ക് വരുന്നത്.
ദേവരാജന്റെ മേലേക്കാണ് ദേവബാല തെറിച്ച് വീഴുകയും ചെയ്യുന്നത്. ഇതോടെ അച്ഛനും മകളും ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോക്കോണം. എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും ഇപ്പോൾ വെറുപ്പാണ്. അത്രയധികം അറപ്പാണ് നിങ്ങളോട്. ഇവൾ ഒരിക്കലും എൻ്റെ ഭാര്യയാകാൻ യോഗ്യത ഉള്ളവളായി വരികയില്ല. ഇവളെ കാണുന്നത് പോലും എനിക്ക് അറപ്പാണ് എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക്, ഇനിയും എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരരുത്. നീ കാരണമാണ് ഞാൻ ആഗ്രഹിച്ച എല്ലാതും എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ ആഞ്ഞടയ്ക്കുന്നു ദേവബാലയുടെ മുഖത്തേക്ക്. ഇത് കാണുന്ന ദേവരാജൻ തൻ്റെ മകളെ ആശ്വസിപ്പിക്കുന്നതിന് തയ്യാറാവുകയാണ്. അവൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ദേവേ എന്ന് പറഞ്ഞതിനെ തുടർന്ന്, ഇല്ല ആച്ചാ, അതെല്ലാം അഭിഷേക് അവൻ്റെ ദേഷ്യം കൊണ്ട് പറയുന്നതാണ്. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോടുള്ള പ്രണയം മാത്രമാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇവിടെ തന്നെ കാണും, അവന് വേണ്ടി കാത്തിരിക്കും. അതെൻ്റെ തീരുമാനമാണ്. അച്ഛന് വേണമെങ്കിൽ തിരികെ പോകാം എന്ന് ദേവബാല അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന ദേവരാജൻ തൻ്റെ മകളെ ഉപേക്ഷിച്ച് എവിടേക്കും പോകാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതേ സമയം ഇനി വിവാഹം നടക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന രാഹുൽ തൻ്റെ അച്ഛൻ്റെ നീക്കങ്ങൾ കണ്ടെത്തുകയാണ്. ഇതോടെ നിങ്ങളെ കൊല്ലാതെ വിടാൻ ശ്രമിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ മരണം ഇരന്നു വാങ്ങാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് രാഹുൽ. വീണ്ടും ഇതേ തുടർന്ന് അയാളെ കൊല്ലാൻ ശ്രമിക്കുകയും അവസാന അവസരമാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ നൽകുന്നത് എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. പക്ഷേ രാഹുലിൻ്റെ ഈ ഭീഷണി മറികടന്നുകൊണ്ടാണ് തൻ്റെ മകൻ്റെ ചതി ഒടുവിൽ അയാൾ ഇഷയെ അറിയിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.